രാവിലത്തെ പോയി 100 രൂപ മുട്ട വാങ്ങി, കോളിഫ്ലവറും ബീട്രൂട്ട് വാങ്ങി, ഹോട്ടലിൽ പോയി ചിക്കൻ കറി വാങ്ങി, പാല് വാങ്ങി, വീട്ടിലെ തേങ്ങയുടെ പൊങ്ങുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചു. കുറെ അതിന് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ കോഴിക്കുട്ടികളെ 2 അയക്കണം. മ്യൂസിക്ക് കുഴപ്പമൊന്നുമില്ല, കമ്പനി അയക്കണ്. ഉച്ചക്ക് ചോറും ചിക്കൻ കറിയും കഴിച്ചു. ആമസോണിൽ കൊറിയർ നീ ഇയർഫോൺ ആണ്, പക്ഷെ എന്റെ ഐഫോണിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് കോഫി ഉണ്ടായി തന്നു, അത് കുടിച്ചു. പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 62 അയക്കണ്. 5 മുട്ട ഉണ്ടായിന്. 5 ഗ്രാം ഓയിൽ ഉപയോഗിച്ചാണ് നമ്മൾ 3 മുട്ട ഫ്രൈ ചെയ്ത് 2 ബോയിൽ ചെയ്തു. ഉച്ചക്ക് ചോറും ബീട്രൂട്ട് ഉപ്പേരി മുട്ടയും കഴിച്ചു. 2 കുഞ്ചി ഒഴിവാക്കി 250 ml പാലെടുത്താണ്ട് 30 ഗ്രാം ഓട്സ് ഇട്ടുണ്ടാക്കി. അതിക്ക് പഴം വേ പ്രോട്ടീനൊക്കെ ഇട്ടു. അതൊക്കെ കൂട്ടിയാൽ നല്ല മിക്സ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതാണ് ഇപ്പൊ നമ്മൾ വൈകുന്നേരത്തെ മീല്. ഹൈ കാലറി സപ്ലിമെന്റ്സ് കഴിച്ചു. ഡേ 1 ഓഫ് ബൾക്കിംഗ് സീരീസ് ആണ് ഇപ്പൊ ഫുഡ് കഴിച്ചു തരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് വയറ് നിൽക്കുന്നത്. കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ നമ്മളെ വെയിറ്റ് 57.4 ഇപ്പം 62 ഫുഡ് അത്രക്കും കഴിച്ചിരിക്കണം. അതുകൊണ്ടാണ് അത്ര വെയിറ്റ് കൂടിയത്. മാക്സിമം വെയിറ്റ് കൂട്ടണം. ജങ്ക് ഫുഡ് ഓവറായി കഴിക്കുന്നില്ല, എന്നാലും ഇടയ്ക്ക് ജങ്ക് ഫുഡ് കഴിക്കും. മാക്സിമം നല്ല ഫുഡ് തന്നെ മാക്സിമം കാലറീസ് എടുക്കാൻ നോക്കും. പ്രോട്ടീൻ്റെക്കും ഫില്ല് ചെയ്യാൻ നോക്കും. മാക്സിമം നമുക്ക് മസിൽ മാസം കൂട്ടണം. അധികം ഫാറ്റും കയറാൻ പാടില്ല. എങ്കിലും നമുക്ക് ഒരു ലെവലിൽ ഫാറ്റ് വേണം. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ മെയിനായി